പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതൻ 10 കാരണങ്ങൾ ഈ മനസ്സിനെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഖുർആനും ഹദീസും ചേർത്തുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 10 വിശാലമായ കാര്യങ്ങളാണെങ്കിലും പലതും നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തി പോവുക മാത്രം വേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു പരിശ്രമം നമ്മൾ ഏവരും നടത്തിയാൽ ഇന്നത്തെ പകലിനേക്കാളും സന്തോഷകരമായ ഒരു പകലായി നാളത്തെ ദിവസം മാറിയേക്കും. പ്രതികൂലവും അതേപോലെ തന്നെ നമുക്ക് വിഷമകരവുമായ എന്തൊക്കെ അവസ്ഥകളുണ്ടെങ്കിലും ഒരുപക്ഷെ നമുക്കത് സാധ്യമായി. ഒന്നാമത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. തൗഹീദുല്ലാഹി വ ഇഖ്ലാസുദ്ദീൻ ലഹു. എല്ലാം എപ്പോഴെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കണമെങ്കിൽ അത് പടച്ചോന്റെ കൂലിക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, നീ നല്ല നിസ്കാരവും നോമ്പും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ പറയാണ്, നീ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നീ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് നിന്നോട് പറഞ്ഞാൽ പിന്നെ നീ അവർക്ക് വേണ്ടി ആയിരിക്കും നീ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നീ ആരാധിക്കുന്നത് അവരെയാണ്. അപ്പൊ നീ ആരാധിക്കുന്നതന്നെയല്ല. പള്ളിക്ക് ഇങ്ങനെ പോയ ഒരാൾ പറഞ്ഞു, ഇപ്പം പള്ളിയിലേക്ക് പോകണം, നല്ലൊരു ആളാണല്ലോ എന്ന് പറയുന്നതോടുകൂടെ അയാൾ മനസ്സ് മാറിയതാണ്. അയാൾ അതുവരെ പള്ളിക്ക് പോയത് അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാനും 27 കിട്ടാനും ഒക്കെയാണ്. പിന്നെ ആ ഒരു സംസാരം, ആ ഒരു അഭിപ്രായം എന്നിൽ നിന്ന് എടുത്തു പോകും. ഇതിനെ പറ്റി എപ്പോഴും ആ വിചാരം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നീ ആരാധിക്കുന്നത് ജനങ്ങളെയാണ്. അത്ര ഗൗരവമാണ്. ജീവിതത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയൊക്കെ. ഇനിയിപ്പോ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തി, ഇപ്പൊ നമ്മളത് ചിന്തിക്കുക, ഞാൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അള്ളാഹുവിന്റെ നിയമത്തിന് എതിര് ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാ അതിന് ടെൻഷൻ ആവുന്നു? അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇഖ്ലാസ്. എല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്ത് ബുദ്ധിമുട്ട്, എന്ത് വിഷമം വന്നാലും അത് അള്ളാഹിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം ഉണ്ടാവും. കഴിഞ്ഞു. ഒരു തൗഹീദുള്ള ഒരാൾക്ക്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് പിന്നെ അവന്റെ മനസ്സ് അസ്വസ്ഥമാവൂല. അതാണ് ഒന്നാമത്തെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട. അള്ളാഹ് അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മാത്രം ലക്ഷ്യമാകുക, അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അവന്റെ മനസ്സിന് ഇൻഷിറാഹ് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, മനസ്സിനൊരു വെളിച്ചിട്ട് തരുന്ന അള്ളാഹു ഒരു വെളിച്ചം തരുന്നതാണ്. ഒരു വെളിച്ചം കെട്ടാൽ എന്താ ഉണ്ടാവുക? ഇരുട്ടുണ്ടാവും. ആർക്കും സംശയം. വെളിച്ചം കെട്ടുപോയാൽ ഇരുട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹു മനസ്സിക്ക് എന്ത് ചെയ്യും? ഒരു വെളിച്ചം ഇട്ട് തരുന്ന. ഈമാനിന്റെ ഒരു വെളിച്ചം ഉണ്ടാവും. വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല എന്നുള്ളതാണ്. ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫൽ ഖൽബുൽ ലദീ ദഖലഹു നൂറുൽ ഈമാൻ. വിശ്വാസത്തിന്റെ ഒരു വെളിച്ചം മനസ്സ് കടന്നാൽ മനസ്സങ്ങട് വിശാലമാകുന്ന, അങ്ങോട്ട് സന്തോഷമാകുന്നതാണ്. അത് എപ്പോഴാണ് ആ വെളിച്ചമുണ്ടോന്ന് മനസ്സിലാകുക? വെളിച്ചമുണ്ടോന്ന് മനസ്സിലാകുക എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായ അവന്റെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷം. എന്തെങ്കിലും ഒരു തെറ്റ്, അങ്ങനത്തെ വെളിച്ചമുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. തെറ്റ് ചെയ്താൽ അതുകൊണ്ട് അയാൾ വല്ലാതെ മനപ്രയാസപ്പെട്ടു പോകുന്നതാണ്. ഇങ്ങനത്തെ ഒരു വെളിച്ചം അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ തരുന്നതാണ്. ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇതിനൊന്നും പേടിക്കാൻ, ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഏത് വിഷമകരമായ സാഹചര്യങ്ങളിലും അയാൾ നിലനിന്ന് പോകുന്നതാണ്. മൂന്നാമത്തെ പറഞ്ഞ എന്താ? നിങ്ങൾ തഹ്സീലുൽ ഇൽമി നാഫിഅ. നല്ല വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, ലോകത്തെ പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ എഴുതിയ പല പുസ്തകങ്ങൾക്കും അവർ പേര് കൊടുത്തത് എന്താ അറിയോ? റൗളാണ്, റിയാദ്, തോട്ടം. റിയാദുസ്സാലിഹീൻ എന്താണ്? സദ്വൃത്തരുടെ പൂങ്കാവനം. അതായത് സത്യത്തിൽ ഇസ്ലാമികമായ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തോട്ടത്തിൽ ചെന്ന മാതിരിയാണ്. തോട്ടത്തിൽ ചെന്നാൽ നല്ല മനോഹരമായ പുഷ്പങ്ങൾ, നല്ല സുഗന്ധം, നല്ല തെളിഞ്ഞ കാറ്റ്, എന്തൊക്കെ ഉണ്ടാവും. അതേപോലെ ഒരു മനസ്സായിരിക്കും. അറിവ് ഇങ്ങനെ കിട്ടും. ഉപകാരപ്രദമായ അറിവുകൾ ആർജിച്ചുകൊണ്ടിരിക്കുക. ഇന്നെന്ത് പഠിച്ചു, ഇന്നെന്ത് എനിക്ക് കിട്ടി, അങ്ങനെ ഒരു ദിവസത്തേക്ക് ഒരു ഹദീസ്, ഒരു ദിവസത്തേക്ക് ഒരു ആയത്ത്, ഒരു ദിവസത്തേക്ക് ഒരു അറിവ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ വരും. അറിവ് കിട്ടുമ്പോൾ മനസ്സ് ഭയങ്കരമായി സന്തോഷിക്കുമെന്നാണ്. നമ്മൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷമല്ലേ, അതേപോലെ മനസ്സിന് എപ്പോഴും ഉന്മേഷം പകർന്നുകൊണ്ടിരിക്കുന്നതാണ് നല്ല അറിവുകൾ. മൂന്നാമത് തഹ്സീലുൽ ഇൽമി നാഫിഅ, നല്ല അറിവുകൾ. അറിവ് കിട്ടും തോറും പദവികൾ ഇങ്ങനെ ഉയരുന്നു. നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ക്ലാസ്സും ഒരു പരിപാടിയും ഒന്നും കേൾക്കാതിരിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ, ഈ മനസ്സെപ്പോഴും ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതാണ്. നാലാമത്തെ ഒന്നാം കാര്യങ്ങൾ ആരാധനകൾ വല്ലാതെ മനസ്സിനെ മാറ്റുമെന്നാണ് പറയുന്നത്. നിസ്കാരമൊക്കെ, പ്രത്യേകിച്ചും നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ആ നിസ്കാരം
എത്ര വലിയ ആസ്വാദനമാണ് നിസ്കാരം കൊണ്ട് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക, സുന്നത്ത് നമസ്കാരങ്ങള്, ഫർദ് നമസ്കാരങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമ്മൾ മാനസികാവസ്ഥ മാറുന്നു പറയും. കാരണം മനസ്സിനെ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ച സന്ദർഭത്തിൽ പറഞ്ഞത്, ബിലാൽ, ഓ ബിലാൽ നീ എഴുന്നേൽക്കുക എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാങ്ക് കൊടുക്കുക, നമുക്കൊന്ന് അല്പസമയം ആശ്വാസം കൊള്ളാം, സമാധാനം കൊള്ളാം എന്ന് പറയുവാനുള്ള കാരണമാകുന്നു. മറ്റൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ദിക്റാണ്. സുഹൃത്തുക്കൾ, ഇന്ന് ആരെങ്കിലും ഒരു രാവിലെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ഒരു 100 വട്ടം ചെല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഒരു 10 പ്രാവശ്യം അവൻ ചെല്ലി നോക്കുന്നു. ആ ചെല്ലണ ദിവസം ചൊല്ലാത്ത ദിവസം അത്രമേൽ വ്യത്യാസം. നമ്മൾ ഏറ്റവും അധികം പരിഗണിക്കണം നമ്മുടെ മനസ്സിനെയാണ്. നമ്മൾ മനസ്സിനെ പരിഗണിക്കണില്ല. ഈ മനസ്സുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അതേത് സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അതിലൊരു റോളുണ്ട്. നിങ്ങളൊരു രോഗിയാകുമ്പോൾ മനസ്സിന് അതിലൊരു റോളുണ്ട്. ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ മനസ്സിന് അതിലൊരു പങ്കുണ്ട്. ആ പങ്കിനെ വിസ്മരിക്കുക. അതുകൊണ്ട് കെടാതെ കൊണ്ടു നടക്കേണ്ടത് ഈ ഇൻഷിറാഹുസുദ, ഈ മനസ്സാണ്. പലപ്പോഴും ഭൗതികമായ പല കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാറ്. ഈ ദിക്റിന്റെ ഓപ്പോസിറ്റ് എന്താ കാര്യങ്ങൾ? ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. അശ്രദ്ധമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥ. അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവും. ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ, ഒരു ലക്ഷ്യമില്ലാതെ, എന്തിനാണ് ജീവിക്കുന്നു എന്നറിയാതെ, എവിടേക്ക് പോകണു എന്നറിയാതെ, എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നറിയാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിനെ സ്മരിക്കുകയും സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനും ജീവനുള്ളവനും ജീവനില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറയുമ്പോൾ ദിക്റുകൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. ആറാമത്തെ ഒരു കാര്യമായി പറഞ്ഞ അൽ ഇഹ്സാനു ഇലാ ഇബാദില്ലാഹ്. ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. എന്തായാലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടും. അപ്പൊ ഒരു വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചെയ്യുന്ന ആളുകൾക്ക് എത്ര ചാരിതാർത്ഥ്യം ഉണ്ടാവും. നമ്മൾക്ക് ഉപകാരം ചെയ്യും, പക്ഷെ നമുക്ക് കയ്യിനൊക്കെ തരും ഭൗതികമായ ചെറിയ ചില ബെനിഫിറ്റുകൾ മാത്രം. അത് നമുക്ക് നഷ്ടമാണ്. അവിടെ നമുക്ക് അതിന്റെ ലാഭം കിട്ടില്ല. എന്തെങ്കിലും ചെറിയ ഒരു 10 രൂപ ലാഭം, അല്ലെങ്കിൽ ഒരു പ്രശംസയുടെ നല്ല വാക്കോ കിട്ടിയാൽ ആശ്വാസമാണ് ആൾക്കാരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു നമ്മുടെ മനസ്സിന് തരുന്ന ആ ഒരു സന്തോഷം. എന്തെങ്കിലും ഒരു വിഷമം ഒരാൾക്ക് നീക്കി കൊടുത്താൽ അള്ളാഹു എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിലുള്ള ഒരു പ്രയാസത്തെ അള്ളാഹു എന്ത് ചെയ്യും? നീക്കി കൊടുക്കുന്നതാണ്. എന്ത് ചെയ്യും? ഒരു പ്രയാസപ്പെടുന്ന ഒരു ആശ്വാസം നൽകിയാൽ ഇഹലോകത്തും പരലോകത്തും അവന് ആശ്വാസം നൽകും. എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ ഈ നടന്നു പോകുമ്പോൾ, ഇരിക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ രംഗത്ത്, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങളുടെ അയൽവാസിക്ക്, നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ആളുകൾ ആ ഓരോ നന്മകളും നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെയും മനസ്സിന്റെ ശക്തിയെയും മനസ്സിന്റെ വിശാലതയെയും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഏഴാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് അശ്ശജാഅത്താണ്, ധൈര്യം. നമ്മൾ ഭീരുക്കളായി ജീവിക്കരുത്, പേടിച്ച് ജീവിക്കരുത്. ഭയമുള്ള ഏത് അവസ്ഥകളും മനസ്സിന് ഏറ്റവും പരിക്കുള്ള അവസ്ഥ. നമ്മൾ എന്തിനു പേടിക്കുന്നത്? എന്തിനാ നമുക്ക് പേടി? ഒരു മനുഷ്യന് പരമാവധി പേടിക്കാനുള്ളത് മരണമാണ്. ആകെ പേടിക്കാനുള്ളത് മരിക്കുന്നല്ലേ? മരിക്കും. മരണം നമ്മൾ പേടിക്കാൻ കാരണം നമ്മൾ ഓരോ ദിവസവും അപ്രതീക്ഷിതമായ മരണങ്ങൾ കാണുകയാണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മരിക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയും. പിന്നെ മരിക്കണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത്രകാലം ദുനിയാവിൽ എന്തിനാണോ അധ്വാനിച്ചത് അതിന്റെ ഫലം വാങ്ങാനാണ് പോകുന്നത്, മരിച്ചു പോകണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖബറിൽ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ഒക്കെ അവസ്ഥകളുണ്ട്. അതേപോലെയാണ് മനസ്സിനുമുണ്ട് അതേ അവസ്ഥകൾ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭയം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഖബറിന്റെ ഉള്ളിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനമായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ഖബറിലും അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ധൈര്യത്തിൽ ജീവിക്കും. നമുക്ക് എന്താ പേടിക്കാല്ലേ? പടച്ചോൻ തീരുമാനിച്ചതേ വരൂ, തീരുമാനിക്കാത്തൊന്നും വരൂല. ലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ടതില്ല. എപ്പോഴെങ്കിലും അധൈര്യം മനസ്സിലേക്ക് കടന്നു വരുന്നതിന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ ഒരു കാര്യമായിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ അർത്ഥം? നിങ്ങൾ മനസ്സിന് വെച്ചിട്ട് രോഗങ്ങളുണ്ട്, അസൂയ, വെറുതെ അയൽവാസിനോട് ഇങ്ങനെ ഒരു ഭാഗ്യം വെച്ചിരിക്കുന്നതാണ്. എന്ത് പാടില്ല, നമ്മളെ മനസ്സിങ്ങനെ ഇടങ്ങാറാകാന്നല്ലാതെ അപ്പുറത്തെ കച്ചവടക്കാരനോട് അവന്റെ കടയ്ക്ക് ഒരാൾ സാധനം വാങ്ങാൻ കയറിയ നമ്മൾ ഇപ്പുറത്ത് ഇങ്ങനെ ഇടങ്ങാറായിരിക്കാം. എന്താ പാടുക? നമുക്ക് വിരിച്ചത് നമുക്ക് വരും വിചാരിച്ചാൽ പോരെ സുഹൃത്തുക്കളെ. അയൽവാക്കക്കാരൻ നല്ലൊരു കാറ് വാങ്ങിയത് നമ്മളിതിനെ ഇടങ്ങാറായി ജീവിക്കുന്നത്.
നമ്മുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാർക്ക് ആർക്കൊരു സാമ്പത്തിക പുരോഗതി ഉണ്ടായി, നമ്മളിതിനെ വേദനിച്ച് ജീവിക്കണേ. മനസ്സിന്റെ രോഗങ്ങൾ, അസൂയ, പക, വിദ്വേഷം, പോര്, ദേഷ്യം, ഇതിങ്ങനെ കൊണ്ടുകിടക്കുക. എന്തൊരു സമാധാനം നമുക്ക് ജീവിതത്തിൽ കിട്ടുക? നമുക്ക് എന്താ അതുകൊണ്ട് ഒരു ലാഭമുള്ളത്? അതുകൊണ്ട് ആരെയാണ് നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുക? നാം ആലോചിക്കുക. മനസ്സിന്റെ, ഹൃദയത്തിന്റെ രോഗം. ഒരു രോഗം വന്നാൽ പോലെ, ശരീരത്തിന്റെ രോഗം വന്നാൽ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയും തകരാറാണ് പോലെ മനസ്സിന് രോഗം വന്നാൽ മതി. ഒമ്പതാമത്തത്, ഒരു പക്ഷെ നമ്മളിങ്ങനെ എണ്ണി വരുമ്പോ ഇനി അപ്രസക്തമായതല്ല എല്ലാരും അതേ പറഞ്ഞ തർക്കു ഫുളൂലിൽ ഉമൂർന്നാണ്, ആവശ്യമില്ലാത്ത ഒഴിവാക്കാന്ന്. എന്തായാലും വിശദീകരണം കേൾക്കരുതെന്നാണ്. നമുക്ക് ഉപകാരമില്ലാത്ത ഒന്നും കേൾക്കരുതെന്നാണ്. നമുക്ക് ഉപകാരമില്ലാത്തതൊന്നും കാണരുത്, നമുക്ക് ഉപകാരമില്ലാത്തതൊന്നും ചിന്തിക്കരുത്. നിങ്ങളൊന്ന് ഓഫാക്കി നോക്കി നിങ്ങളെ വാട്സപ്പും നെറ്റും ഒരു 3 ആഴ്ച. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും കേൾക്കൂല, ആവശ്യമില്ലാത്തൊന്നും കാണൂല, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കൂല, സമാധാനകരം. ഇതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് നമുക്ക് ബോധ്യം. ഞാൻ ഉപയോഗിക്കാതിരിക്കാനല്ല. സുഹൃത്തുക്കളെ, നേരം വെളുത്ത് വൈകുന്നേരം വരെ ആവശ്യമില്ലാത്തത് കേട്ടിരിക്കണം, നമുക്ക് വല്ല സമാധാനമാണ്? ഒരു ഉപകാരമില്ല, കേട്ടതിന് കൊണ്ടും ഒരു ഗുണവുമില്ല ജീവിതത്തിൽ. അത് ചിന്തിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, 2024 ആരാ വരിക എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഒരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൗത്യം എന്താണോ അത് നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ തറക്കുഫുൽ ഉമൂർ എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ആവശ്യമുള്ളത് ചിന്തിച്ചാൽ മതി, ആവശ്യമുള്ളത് കേട്ടാൽ മതി, ആവശ്യമുള്ളത് പിന്നെ നോക്കിയാൽ മതി, കണ്ടാൽ മതി എന്നാണ്. അവസാനത്തെ 10ാമത്തെ എന്താ? ഏറ്റവും അധികം ജീവിത സന്തോഷവും സമാധാനവും അനുഭവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ എത്ര കണ്ട് അനുധാവനം ചെയ്യുന്നുവോ അത്ര കണ്ട് ഒരാൾ സന്തോഷവാനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് എന്തെങ്കിലും എവിടുന്നെങ്കിലും കിട്ടിയാൽ അത് ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഓരോ സുന്നത്തുകളും ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമ്മൾ അടുപ്പിക്കും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ജീവിതത്തിന്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും നമ്മുടേതായി മാറുമെന്നാണ്. ലളിതമാണ്, നമുക്കെല്ലാവർക്കും പ്രായോഗികമാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന് മാത്രം ജീവിതം സമർപ്പിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് നല്ല അറിവുകൾ നേടാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ദിക്റുകൾ നമുക്ക് അറിയാവുന്ന ചൊല്ലിപ്പറഞ്ഞ് ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി മനസ്സിൽ വെളിച്ചവും പ്രകാശവും നിറച്ച് അനാവശ്യ കാര്യങ്ങളെ നിരാകരിച്ച് ഒരു നല്ല മനസ്സിനെ സൃഷ്ടിക്കുമ്പോൾ ജീവിതത്തിന്റെ വീട്ടിലാവുമ്പോഴും നമ്മുടെ കുടുംബത്തിലാകുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒരു പ്രതികൂലത നമ്മളിലേക്ക് വരുമ്പോഴും മരണത്തിന്റെ കിടക്കയിലാകുമ്പോൾ പോലും മനസ്സ് നമുക്ക് പിന്തുണ തന്ന് വെളിച്ചം തന്ന് ധൈര്യം തന്ന് കൂടെ ഉണ്ടാകും. അങ്ങനത്തെ വിശാലതയുള്ള ഒരു ഹൃദയത്തെ, സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാം.